ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കുവിനെ കൊണ്ടുള്ള സപ്പോട്ടേനെ കൊണ്ടുള്ള ഒരു ഡെസേർട്ടാണ്. നമുക്ക് വേണേൽ ചിക്കു ക്രീം എന്ന് വിളിക്കാം, മൂസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വേണ്ടുള്ളൂ. ചിക്കു, വാനില എസൻസ്, കുക്കിംഗ് ക്രീം, പിന്നെ മിൽക്ക് മെയ്ഡും. അപ്പോൾ ആദ്യം നമ്മൾ പ്യൂരി ഉണ്ടാക്കും. ഒരു കപ്പോളം ചിക്കു എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്യൂരി മിക്സർ ജാറിലിട്ട് അരച്ചിട്ട് ഉണ്ടാക്കും. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് പകർത്തുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ കുക്കിംഗ് ക്രീം ഒഴിക്കാം. അതൊരു 100 ml ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. വിപ്പിംഗ് ക്രീം നല്ല ഫോം പോലെ വിസ്ക് ചെയ്ത് കൊണ്ടുവന്ന് എന്നിട്ട് വേണമെങ്കിൽ പ്യൂരി ആഡ് ചെയ്തിട്ടുണ്ടാക്കാം. അപ്പോൾ കറക്റ്റ് ഫോമി ടെക്സ്ചർ കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി അടുത്തതായിട്ട് കണ്ടൻസ് മിൽക്ക് ചേർക്കുക. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ട അത്രയും ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും ഈ ഡെസേർട്ടിന്. നിങ്ങൾക്ക് നല്ല മൂസിൻ്റെ ടെക്സ്ചർ, ഫോമി ടെക്സ്ചർ വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂണോളം വാനില എസൻസ്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഡെസേർട്ട് ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യേണ്ടത് ആ പാത്രത്തിലേക്ക് ഒഴിക്കുക. ഞാനിപ്പോൾ എനിക്ക് 4 പാത്രത്തോളം കിട്ടി, 4 കപ്പോളം. എന്നിട്ട് ടോപ്പിംഗ് ആയിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് ഒരു 3 to 4 hours റെഫ്രിജറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിൽഡായിട്ട് സെർവ് ചെയ്യാം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു അഗെയിൻ.